നമസ്കാരം, എല്ലാവർക്കും കറി ലീവ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. അപ്പൊ വെറുതെ കടലക്കറി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് ചിക്കൻ കറിയുടെ പോലെ ടേസ്റ്റ് ഉള്ള ഒരു കടലക്കറിയാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അതിന്റെ മുന്നേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്യുക. അത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതാ ഇവിടെ കടലക്കറി റെഡിയാക്കാനായിട്ട് ഞാൻ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കടല ഒരു ബൗളിൽ നിറയാണ് കടല എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ കറുത്ത കടലയും വെള്ള കടലയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്താലും മതി. വെള്ള കടല മാത്രം എടുത്താൽ കറി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, നല്ല കൊഴുപ്പാണ് വെള്ളക്കടലയ്ക്ക്. കറുത്ത കടല കുറച്ചുകൂടെ ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത്. ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചാണ് എടുക്കേണ്ടത്, വെളുത്തുള്ളിയും ഇഞ്ചിയും. ഈ കടല ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കടല വെന്ത് കിട്ടാൻ പാടാണ്, അതുകൊണ്ട് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. ഞാനിപ്പോൾ കുക്കറിലാണ് കറി വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇത് കുക്കർ ചൂടായി. അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ട് കൊടുക്കുക. ഇനി ഈ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും സവാള അരിഞ്ഞു വെച്ചതും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് വാട്ടണ്ട, നമ്മൾ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അതുപോലെ തന്നെ ഇത് വേഗം ചെയ്തെടുക്കാവുന്ന ഒരു കറിയും കൂടിയാണ്. ഞാനിപ്പോൾ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1-2 സവാളയും കൂടെ അധികം എടുക്കാം. സവാള എടുക്കുന്നതിനനുസരിച്ച് കറിക്ക് നല്ല ഗ്രേവി തിക്കായിട്ട് കിട്ടും, അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം വേണമെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇത്രയും വാടി വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി തന്നെ ചേർക്കണം കേട്ടോ. അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോഴാണ് നമുക്ക് ആ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് വരുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആ മസാല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ കടലയിൽ ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഉപ്പുണ്ടോ നോക്കാം ഈ സമയത്ത്. ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ കടലയുടെ മുകളിൽ നിൽക്കുന്ന തരത്തിൽ വെള്ളം വെക്കണം. നമ്മൾ ഇത്തിരി നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഇതിന് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് വീസിൽ വരണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ കടലയുടെ മുകളിൽ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരുത്തുക. അതിന് ശേഷം സിമ്മിലിട്ട് ഒരു 5-6 വിസിൽ വരുത്തുക. എത്ര വിസിൽ വരുന്നോ അത്രയും നല്ലതാണ്. അപ്പോഴത്തേക്ക് ഈ കടല നല്ലോണം വെന്ത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. ഇപ്പം ഇതാ കുക്കർ ആവിയൊക്കെ പോയിട്ടുണ്ട്. ചെയ്തിട്ട് കുറച്ച് നേരമായിരുന്നു. ആവി പോയതിനു ശേഷമാണ് തുറന്നത്. ഇപ്പം ഇത് വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയും കൂടെ ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ അതിനൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എങ്ങനെയാണോ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഏകദേശം 1-1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. ഗരം മസാല ചേർക്കുമ്പോൾ കൂടി പോവുകയും ചെയ്യരുത്. നമ്മൾ എന്ത് കറിയിലായാലും ഗരം മസാല കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കയ്പുണ്ടാവും. അപ്പോൾ അതില്ലാതെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ 1-1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെ. അപ്പോഴാണ് ഈ കറിക്ക് അതേപോലുള്ളൊരു ടേസ്റ്റൊക്കെ വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് മല്ലിയിലയും പുതിനയിലയും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഈ മല്ലിയില കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് മല്ലിയിലയാണോന്ന്. നമ്മൾ ആഫ്രിക്കൻ മല്ലി എന്ന് അറിയപ്പെടുന്ന ഒരു മല്ലി ഉണ്ടല്ലോ, അതാണിത്. നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പോൾ ഇതാ ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റുള്ള കടലക്കറി ഇവിടെ റെഡിയാണ്. പുട്ടിൻ്റെ കൂടെയും
അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോഴേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ ചാനലിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവേത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിഷായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.